ജന്മാദ്യസ്തേതോന്യാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദ്യശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 6 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സ്വയംഭുവനുവിൻ്റെ മക്കളാണ് ആകൂതി, ദേവകൂതി, പ്രസൂതി. 3 പുത്രിമാർ. 2 പുത്രന്മാരാണ് പ്രിയവ്രതൻ, ഉത്താനപാദൻ. ഇവരുടെ ചരിത്രങ്ങളാണ് പറയണത്. മൈത്രേയ ഉവാച പ്രജാസിജേതി ഭഗവാൻ കർദമ ബ്രഹ്മണോദിത. ബ്രഹ്മാവിനാൽ പ്രജകളെ സൃഷ്ടിക്കാൻ പറയപ്പെട്ട സ്വയംഭൂമനു സരസ്വതി നദീതീരത്ത് തപസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കർദമ പ്രജാപതി. സരസ്വത്യാം തപസ്തേപേ സഹസ്രാണാം സമാദശ. 1000 വർഷം കാലം കർദമ പ്രജാപതി തപസ് ചെയ്തു. ആ കർദമൻ്റെ തപസ്സാണ് പറയാൻ പോണത്. തതസമാധിയുക്തേന ക്രിയായോഗേന കർദമ സപ്രഭേദേ ഹരിം ഭക്തിയാ പ്രപന്നവരദാശുഷം. കർദമൻ സമാധിയുക്തേന ക്രിയായോഗേന, സമാധിയോടുകൂടിയ ക്രിയായോഗം കൊണ്ട്, സമാധിയോട് കൂടിയിട്ടുള്ള ക്രിയായോഗം വിരക്തിക്ക് അനുകൂലമായിട്ട് വിരക്തിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്രിയയാണ്. ആസക്തിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്നർത്ഥം. സമാധി എന്ന് പറഞ്ഞാൽ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് വിടലാണ്. അങ്ങനത്തെ ക്രിയായോഗം കൊണ്ട് സമാധിയുക്തേന ക്രിയായോഗേന. ക്രിയ ഉണ്ട് അവിടെ. എങ്ങനത്തെ ക്രിയയാണ്? സമാധിയോടുകൂടിയ ക്രിയ. കർമ്മത്തെ ഇല്ലാണ്ടേക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മം അങ്ങനെ ഒന്നുണ്ട്. കർമ്മത്തെ കൂട്ടാനുള്ള കർമ്മമല്ല. എന്തിനാ കർമ്മം ചെയ്യേണ്ടത്? ശരിക്ക് കർമ്മം ഇല്ലാണ്ടേക്കാനത്രേ കർമ്മം ചെയ്യേണ്ടത്. കർമ്മവാസനകൾ കുറയ്ക്കാനാണ് കർമ്മം ചെയ്യേണ്ടത്, കൂട്ടാനല്ല. നമ്മുടെ കർമ്മങ്ങളൊക്കെ പലപ്പോഴും വാസന കൂട്ടാറാവാറുണ്ട്. ആസക്തി കൂട്ടാൻ വേണ്ടിയിട്ടല്ല കർമ്മം നിർദ്ദേശിച്ചിരിക്കണം, ഇല്ലാണ്ടേക്കാനാ. അപ്പം കർദമൻ ആ തത്വപ്രകാരം കർമ്മം ചെയ്തു. ക്രിയായോഗം കൊണ്ടും സമാധിയുക്തേന ക്രിയായോഗേന. പിന്നെ ഭക്തിയുണ്ട്. ഭക്തിയാ പ്രപന്ന വരദാശിഷം, വരം കൊടുക്കുന്ന എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. പ്രപന്ന വരദാശിഷം, വരം കൊടുക്കുന്ന. ഹരിം പ്രപേദേ, ഹരിയെ സേവിച്ചു. ആശ്രയിച്ചവർക്ക് വരങ്ങൾ കൊടുക്കുന്ന ഹരിയെ സേവിച്ചു. സപ്രപേദേ ഹരിം ഭക്തിയാ പ്രപന്ന വരദാശിഷാം. സ കർദമ സമാധിയുക്തേന ക്രിയായോഗേന ഭക്തിയാ ഹരിം പ്രപേദേ. എങ്ങനത്തെ ഹരിയെ? വരദാശിഷം ഹരിം പ്രപേദേ, വരം കൊടുക്കുന്ന ഹരിയെ സേവിച്ചു. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസതം ക്ഷത്താശാബ്ദം ബ്രഹ്മദദത് ബഭൂ. കൃതയുഗേ, കൃതയുഗത്തിൽ. ഇതൊക്കെ കൃതയുഗത്തിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. കൃതയുഗത്തിൽ താവത് പ്രസന്ന പുഷ്കരാക്ഷ, സന്തോഷിച്ചതായ ഭഗവാൻ. എങ്ങനത്തെ ഭഗവാനാണ്? വിശേഷണമാണ്. സന്തോഷിച്ചതായ ഭഗവാൻ, പ്രസന്ന ഭഗവാൻ, സന്തോഷിച്ചതായിട്ടുള്ള ഭഗവാൻ. ശാബ്ദം ബ്രഹ്മവഭൂ ദദത്, വേദസ്വരൂപനായിട്ട്. ശാബ്ദം എന്ന് പറഞ്ഞാൽ വേദമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഈ ശാബ്ദം. ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദോ, വേദത്തിൽ നിപുണനായ, വേദാർത്ഥത്തിൽ നിപുണനായ എന്നൊക്കെ അർത്ഥമാണ്. ശാബ്ദം ബ്രഹ്മവഭു, ഈ ശബ്ദത്തിന് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന അർത്ഥമല്ല. വേദശരീരത്തോടു കൂടിയ ഭഗവാൻ. തം ദർശയാമാസ. ഇനി എന്താ വേണ്ടത്? തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. തപസ് വേണ്ട പോലെ, ഈശ്വരാനുഭവം വേണ്ട പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം
വേണ്ട പോലെ ആയിട്ടില്ല എന്നാണ്. ഏത് പ്രവൃത്തിയും വേണ്ട പോലെ അതിൻ്റെ ഫലം ഉണ്ടാവും, ഉറപ്പാണ്. 2+2=4, അതിൽ സംശയമില്ല. 4 കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം 2ഉം 3 കൂട്ടിയുള്ളൂ, 2ഉം 2 കൂട്ടിയില്ല, 2ഉം 1 കൂട്ടിയുള്ളൂ എന്നർത്ഥം. അത് 3 കിട്ടുള്ളൂ. അത് കുറവ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ്. കൃത്യമായിട്ടാണ് ചെയ്തതെങ്കിൽ ഫലം കൃത്യമായിരിക്കും. 2ഉം 2ഉം 4, 2ഉം 1 കൂട്ടിയാൽ 4 ആവില്ല. അത് തപസ്സിൽ വരണ കുറവാണ് 2ഉം 1 ഉദാഹരിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കൃത്യമാണെങ്കിൽ, നമ്മുടെ ഉപാസന ചെയ്ത പ്രവൃത്തി കൃത്യമാണെങ്കിൽ ഫലവും കൃത്യമാവും. എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നത് കറക്റ്റായ ഫലം കൃത്യമാവും. എവിടെയെങ്കിലും തെറ്റിയാലോ, പ്ലസും മൈനസും മാറിയാൽ മൊത്തം പുകയും എക്യുപ്മെൻറ്റ് അല്ലേ. അല്ലെങ്കിൽ ശരിക്കല്ല കൊടുത്തതെങ്കിൽ പ്രവർത്തിക്കില്ല. അതേപോലെ തപസ് കൃത്യമായാലോ ഫലം കൃത്യമായി. താവത് ഭഗവാൻ പ്രസന്നോ കൃതേ യുഗേ ശാബ്ദം ബ്രഹ്മതബു ദർശയാമാസ. ആ സമയത്ത് ഭഗവാൻ കൃതയുഗത്തിൽ വേദസ്വരൂപത്തോടുകൂടി ശരീരത്തെ ദർശയാമാസ. പുഷ്കരാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദർശയാമാസ. എങ്ങനത്തെ ശരീരമാണ്? വേദസ്വരൂപത്തോടുകൂടിയ ശരീരത്തോടുകൂടി ക്ഷത്താന്ന് സംബോധന. അല്ലയോ വിതുര, ദർശനം കൊടുത്തു, എന്ത് ഭാഗ്യം. സതം ഈ ഭഗവാനെ വർണ്ണിക്കുകയാണ് എങ്ങനെയാണ് ദർശനം കിട്ടിയത്. സതം വിരജമർക്കാഭം സിത പത്മോത്പലസ്രജം. കോടി സൂര്യപ്രകാശത്തോടുകൂട്ട് കണ്ണിങ്ങനെ മങ്ങും, ശരിക്കാണ്ട് കാണില്ല, അത്ര പ്രകാശമുണ്ട്. പ്രകാശം വല്ലാണ്ടേ അങ്ങനെയാണല്ലോ. എല്ലാ പ്രകാശമായാലും കാണില്ല, ഒട്ടും പ്രകാശമില്ലെങ്കിലും കാണില്ല, കണ്ണ് മങ്ങുക എന്ന് പറയണതാണ്. സതം വിരജം അർക്കാഭം, സൂര്യൻ്റെ നേരെ നോക്കിയാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് കാണില്ല. സിതപത്മോത്പലസ്രജം, നല്ല താമരപ്പൂവ്. അതുപോലത്തെ മാല ധരിച്ചവൻ. വെളുത്തതും നീല നിറവും ഉള്ള താമര കൊണ്ട് അത്രേ മാല ധരിച്ചിരിക്കണം. നീലത്താമര അത്ര എല്ലാ ദിക്കിലും കാണുന്നതല്ല. വെള്ളയും ചുവപ്പും കുറേയൊക്കെ കാണും. അധികം ചുവപ്പ്, കുറച്ച് വെള്ള, രണ്ടും നമ്മൾ കാണും. പക്ഷേ നീല കാണില്ല. ഇവിടെ അതും ഉണ്ടായിരുന്നു. വെളുപ്പും നീലയാണ്. അങ്ങനത്തെ മാല ധരിച്ചു. ഒക്കെ എങ്ങനെയാണ് കണ്ടത് എഴുതുന്ന ആൾ അറിയില്ല കേട്ടോ. സിത പത്മോത്പലസ്ത. സിത എന്ന് പറഞ്ഞാൽ കറുപ്പ് നീല. കറുത്ത താമര ഉണ്ടാവില്ലല്ലോ, നീലത്താമര. സ്നിഗ്ധ നീലാളക പ്രാതവക്ത്രംബിരജാംബരം. മനോഹരമായിട്ടുള്ള തലമുടി, അളകം തലമുടി. ലീലാളകം എന്ന് വായിക്കണം, ലീലാലകമല്ല. ലീലാലകമാണ്. സംസ്കൃതത്തിൽ ലായും ലായും ഒന്നാ, രണ്ടക്ഷരമില്ല. പക്ഷേ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. നീലാലകമല്ല, നീലാളകമാണ്. എന്നാൽ നീലയാണ്. ഇനി ഒന്ന് ലായും ഒന്നുള്ള, അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യണം. സ്നിഗ്ധ നീലാളക പ്രാത. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്, എഴുത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് നീലാലകം എന്ന് എഴുതിയത്. പക്ഷെ അങ്ങനെ വായിക്കരുത്. നീലാളകം. വ്രത വക്ത്രാബ്ജം വിരജോംബരം. താമരപ്പൂ പോലത്തെ മുഖം കൂടുന്നതോടുകൂടി മനോഹരമായ വസ്ത്രം ധരിച്ച്, നിർമ്മല വസ്ത്രം. കൃതയുഗത്തിലൊക്കെ അധികം വെളുത്ത വസ്ത്രമാവുന്നതാണ്, മഞ്ഞപ്പട്ടല്ല. അത് കൃതയുഗം മാറി എന്നിട്ട് ത്രേതയുമ്പോഴേക്കാണ് മഞ്ഞപ്പട്ട് വന്നതെന്നാണ്. വെളുത്ത വസ്ത്രമാണ് അത്രേ കൃതയുഗത്തിൽ ധരിച്ചത്. ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറയാൻ കാരണം അതാണ്. ഗണപതിയാണ് അവിടെ പറയണത്. വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള വിഷ്ണു അങ്ങനെയും പറയാം. അതാണ് അവിടെ വിരജോംബരം. പിന്നെയുള്ള അർത്ഥം വളരെ വ്യക്തം, വിവരിക്കേണ്ട ആവശ്യമില്ല. കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്വേതോൽപ്പല ക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം. ശംഖചക്രഗദാത്മാദികൾ ധരിച്ച കുണ്ടലധാരിയായി ശ്വേതോൽപ്പല ക്രീഡനകം എന്ന് പറഞ്ഞാലോ, ശ്വേതോൽപ്പലം ഉൽപ്പല പുഷ്പത്തിൻ്റെ ഒരു പുഷ്പമാണ്, നീല നിറത്തിൽ. ശ്വേതോൽപ്പല ക്രീഡനകം. മനസ്പർശസ്മിതേക്ഷണം, മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്. ശ്വേത ഉൽപ്പല ക്രീഡനകം. വെള്ളത്താമരപ്പൂവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനും. ഉൽപ്പല ക്രീഡനകം.
താമരപ്പൂ വെള്ള കയ്യിൽ പിടിച്ച് വെള്ളയാവാൻ കാരണം കൃതയുഗ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെന്താമര ഉണ്ടാവുക. ഉൽപ്പല ക്രീഡനകം, താമരപ്പൂ കയ്യിൽ കളിയായിട്ട് പിടിച്ചുകൊണ്ട് മനസ്പർശസ്മിതേക്ഷണം, മനോഹരമായിട്ടുള്ള നോട്ടങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷമായത്. വിന്യസ്ത ചരണാംബോജം ഹംസദേശേ ഗരുന്മത, ഹംസദേശേ ചരണാംബോജം വിന്യസ്ത, ഗരുഡൻ്റെ കഴുത്തിൽ കൈ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കൈകൾ വെച്ചിരിക്കുന്നത്. ദൃഷ്ടാഖേവസ്ഥിതം ഭക്ഷസ്ത്രീയം കൗസ്തുഭഗന്ധരം, കൗസ്തുഭം എന്ന രത്നം മാറത്ത് ധരിച്ച്, ലക്ഷ്മി ദേവി മാറത്തുണ്ട് വക്ഷശ്രീയം ശ്രീവത്സ ലക്ഷ്മംഗള ശോഭി കൗസ്തുഭം, ദൃഷ്ട്വാഖേ അവസ്ഥിതം, അങ്ങനെയുള്ള ഭഗവാനെ ഖേ അവസ്ഥിതം ദൃഷ്ട്വാഖേ ആകാശം, ആകാശത്താണ് നിൽക്കുന്നത്. ഭഗവാൻ ദേവന്മാരും ഭൂമി തൊടില്ലല്ലോ നിൽക്കുമ്പോൾ, നമ്മളെ ഭൂമി തൊടുള്ളൂ, ദേവന്മാരും കാലുകൊണ്ട് ഭൂമി തൊടില്ല എന്ന് പറയാം. പിന്നെ ഭഗവാന്റെ കാര്യം പറയാനുണ്ടോ, ആകാശത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി വിട്ടിട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. ദൃഷ്ട്വാഖേ അവസ്ഥിതം, ആകാശത്തിൽ ഇതായിട്ട് ഗരുഡൻ്റെ പുറത്ത് കൈ വെച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്നത് മഹാഭാഗ്യവാനായിട്ടുള്ള കർദമൻ കണ്ടു. ജാതകക്ഷോപതന്മൂർത്തന ക്ഷിതോലബ്ധമനോരഥ, സർവ ആഗ്രഹങ്ങളും സാധിച്ച പ്രതീതി കർദമനുണ്ടായി. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ലോകത്തിലത്തെ എന്തെങ്കിലും കാര്യം എന്താ വെച്ചാൽ തന്നെ സന്തോഷം ഉണ്ടാവും ഇല്ലേ. വിവാഹം കഴിഞ്ഞു മക്കളുടെ, അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടിയ മക്കൾക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടി, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു വെച്ചാൽ വീടൊക്കെ വേണ്ട പോലെ ഉണ്ടാക്കി കുടിയൊക്കെ ഇരുന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊരു കിടത്തുണ്ടല്ലേ ആ സ്വന്തം വീട്ടിൽ, ഹായ്, അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. കൃതകൃത്യത, ഇതിനല്ലേ ഇത്രയും ദിവസം അധ്വാനിച്ചത്, സമാധാനമായി. അതാണ് ലബ്ധമനോരഥ. തപസ്സിൻ്റെ ഫലം ഇതാ ഈശ്വര ദർശനത്താൽ കിട്ടിയല്ലോ എന്ന സന്തോഷവും സംതൃപ്തിയോടും കൂടി ജാതഹർഷോ, എന്നിട്ട് എന്ത് ചെയ്തു, മൂർധന ആപതത്, ശിരസ് ഭഗവാന്റെ കാലിലത്തെ ഭാഗത്ത് വരത്തക്ക വിധം നമസ്കരിച്ചു, നീണ്ട് നിവർന്ന് നമസ്കരിച്ചു. ജാതകർഷോ ആപതൻ മൂർധന, പതൻ, പതൻ എന്ന് പറഞ്ഞാൽ തന്നെ വീണു എന്നാണ്, ആപതൻ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. എന്നപ്പോൾ ചിലപ്പോൾ ആ കൂട്ടിയ അർത്ഥം വിപരീതമാവില്ല. അപശ്യൻ കണ്ടിട്ട്, പശ്യനോ കണ്ടിട്ട്, പതൻ വീണിട്ട്, അപതൻ വീണിട്ട് വ്യത്യാസമില്ല. ഈ ആ കൂട്ടിയാൽ വ്യത്യാസം വരാത്ത കുറേ വാക്കുകളുണ്ട്. ജാതകർഷോ പതൻ നോമം ജാതകർഷോ അപതൻ മൂർധന, കാലുകൊണ്ട് മുമ്പിൽ തൻ്റെ തല തട്ടത്തക്ക വിധം നമസ്കരിച്ചു. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനെ കൃതകൃത്യത ഉണ്ടായി, എന്നിട്ട് സ്തുതിച്ചു എന്നാണ്. ഗീർഭി താപ്യഗൃണ പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി, പ്രീതി സ്വഭാവാത്മാ സന്തോഷത്തോടു കൂടി എന്നർത്ഥം. കൃതാഞ്ജലി തൊഴുതിട്ട്, ഗീർഭി അഭ്യഗൃണാത് അർത്ഥങ്ങളുള്ള വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. ഭഗവാനെ സ്തുതിക്കുന്നതൊക്കെ അർത്ഥമുള്ള വാക്കാവൂലോ, അതാണ് അർത്ഥമുള്ള വാക്കാവുക. ഏതൊന്നാണ് ഭഗവാന്റെ സ്തുതി, അത് തന്നെയാണ് വാക്കിൻ്റെ ഏറ്റവും അർത്ഥത തികയുക എന്ന് പറയണത്. ബാക്കി ഏത് വാക്കിനേക്കാളും ആ വാക്കുകൾക്ക് അർത്ഥഗാംഭീര്യം ഉണ്ടാവും എങ്ങനെയായാൽ ഭഗവാനെ സ്തുതിച്ചാൽ. അതുകൊണ്ട് ഇവിടെ അർത്ഥഗർഭങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് സ്തുതിച്ചു. കൃതാഞ്ജലി, ആ സ്തുതിയാണ് തുടർന്ന് പറയുന്നത്. ഋഷി ഉവാച, അതായത് മൈത്രേയ ഉവാച വായിക്കുന്നതാണ് നല്ലത്. ഋഷി രണ്ടെണ്ണം ഉണ്ട് അവിടെ. ഋഷി ഉവാച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദവ്യാസനാവാം, അപ്പം ആ തെറ്റിദ്ധാരണ വേണ്ടാച്ചാണ് മൈത്രേയ ഉവാച തന്നെയാണ് നല്ലത്. എന്തൊക്കെയാണ് സ്തുതിച്ചത്? 9 ശ്ലോകം കർദമൻ്റെ സ്തുതിയാണ് ഇവിടുന്ന് അങ്ങോട്ട് 13, 14, 15, 16, 17, 18, 19, 20, 21 വരേക്കും. ജിഷ്ടം ബദാദ്യാഖില സത്വരാശേ സംസിദ്ധമഷ്ണോ തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീട്യ തദ്ഭേർ ആശാസതേ യോഗിനോ രൂഢയോഗ. അഖില സത്വരാശേ,
ഇവിടെ ഈഡ്യ എന്ന് ആദ്യം പറഞ്ഞു. ഈഡ്യ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടാൻ യോഗ്യവനായവനെ. ആരെയാണ് സ്തുതിക്കേണ്ടത്? ഈ നാവുകൊണ്ട് ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത്. വേറെ ആരെയും സ്തുതിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള യോഗ്യത ആർക്കും ഇല്ല. സ്തുതിക്കപ്പെടാനുള്ള യോഗ്യത ആർക്കേ ഉള്ളൂ? ഭഗവാന് മാത്രമേ ഉള്ളൂ. അതാണ് ഈഡ്യ. ഇത് വേദവുമായിട്ട് അനുകരിച്ചിട്ടുള്ളൊരു വാക്കാണ്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തം വേദസ്യ സാരം പിവർത്തന. ആ ഭഗവാനെ സ്തുതിക്കൻ. സംസ്കൃതവും വ്യാകരണവും അറിവുള്ള ആൾക്കാരടക്കം ഭഗവാനെ അല്ലാണ്ട് സ്തുതിച്ചിട്ട് കാവ്യങ്ങൾ എഴുതാറുണ്ട്. എന്തിനാ നിങ്ങളുടെ പാണ്ഡിത്യം വെറുതെ ഇങ്ങനെ കളയണം, ഇങ്ങനെ ഉപയോഗിക്കണം? അതിന് വ്യക്തം വേദസ്യ സാരം. ആ ഭഗവാനെക്കുറിച്ച് എഴുതിക്കൂടെ? ഭഗവാനെക്കുറിച്ച് കീർത്തിച്ചൂടെ? വർണ്ണിച്ചുകൂടെ? ഈഡ്യ. ആരെയാ സ്തുതിക്കേണ്ടതെന്നാവുകൊണ്ട് ഭഗവാനെയാണ് കേട്ടോ. അഖില സത്വരാശേ, സത്വഗുണത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാനെ എന്ന് വിളിക്കുകയാണ് ഇവിടെ. അഖില സത്വരാശേ, സത്വഗുണത്തിൻ്റെ മൂർത്തിവത് ഭാവമായിട്ടുള്ള ഭഗവാനെ തവ ദർശനാത്, അങ്ങയുടെ കണ്ണുകൊണ്ട്, കാഴ്ച കൊണ്ട്, അങ്ങയെ കാണുക ഹേതുവായിട്ട്, ന അക്ഷ്ണോ, ഞങ്ങളുടെ കണ്ണുകൾ, സാംസിദ്ധ, സഫലമായി. കണ്ണുകൊണ്ടുള്ള ഗുണം അങ്ങയെ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഇതുവരേക്കും കാണേണ്ടത് ഞങ്ങൾ കണ്ടില്ല, ഇപ്പം അതാ അങ്ങയെ കണ്ടു. അവിടെ ന എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വിപരീതമല്ല കേട്ടോ. ന വിസർഗം ഞങ്ങളുടെ, വിസർഗം ഇല്ലെങ്കിൽ നെഗറ്റീവാകും. ന ഞങ്ങളുടെ കണ്ണ്, അക്ഷ്ണ കണ്ണുകൾ, സാഫല്യമടഞ്ഞു എന്ന് പറയുകയാണ്. സാംസിദ്ധ്യമക്ഷ്ണോ തവദർശനന്ന. എന്താ അങ്ങനെ പറയാനുള്ള കാരണം ആണെങ്കിൽ, യത് ദർശനം സദ്ഭി ജന്മഭി, ഏതൊരു ഭഗവാന്റെ ദർശനം നല്ല ജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. അതന്നെ എങ്ങനെ കിട്ടുക? നല്ല ആൾക്കാർക്കും പുണ്യജന്മങ്ങൾക്കും. സജ്ജന്മഭി രൂഢയോഗ യോഗിന, വളരെ ഉറച്ച സമാധി കൊണ്ടും തപസ് കൊണ്ടും മാത്രം കിട്ടുന്നതാണ്. യോഗികൾ ആഗ്രഹിക്കണമെന്ന് നമ്മുടെ പറഞ്ഞത്, അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അനവധി ബുദ്ധിമുട്ടി യോഗികൾ ആഗ്രഹിക്കുന്നതാണ് അവിടുത്തെ ദർശനം. കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ കിട്ടണില്ല. ആ കിട്ടാത്തതായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. യത് ദർശനം ജന്മവിരീട്യ സംബോധന. സ്തുതിക്കപ്പെടേണ്ടവനെ സദ്ഭിർ ആശാസതേർ യോഗിനോ രൂഢയോഗ. സജ്ജനങ്ങൾ അനവധി ബുദ്ധിമുട്ടി തപസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തെ കണ്ടതുകൊണ്ട് എൻ്റെ കണ്ണിൻ്റെ ജന്മസാഫല്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. സത്വഗുണത്തോട് നിറഞ്ഞ മൂർത്തിയായിട്ടുള്ള ഭഗവാനെ ജിഷ്ടംബദാദ്യാഖില സത്വരാശേ സാംസിദ്ധമക്ഷ്ണോ തവദർശനന്ന. അങ്ങയുടെ കണ്ണുകളെ കൊണ്ട്, അല്ല ഞങ്ങളുടെ കണ്ണുകൾ സാർത്ഥകങ്ങളായി അങ്ങയുടെ ദർശനം കൊണ്ട്. യത് ദർശനം ജന്മവിരീഡ്യ സദ്ഭിർ ആശാസതേ യോഗിനോ രൂഢയോഗ. യോഗികൾ സമാധി കൊണ്ടും കഠിന തപസ് കൊണ്ടും ഒന്ന് കാണാൻ കൊതിക്കുന്ന ആ രൂപത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിനാൽ എൻ്റെ കണ്ണിൻ്റെ ജന്മസാഫല്യം എനിക്ക് ലഭിച്ചു. ആദ്യമായിട്ട് പറയണം. എന്നിട്ടോ അടുത്തതായിട്ട് ഏ മായയാ തേ ഹതമേതസത്വ പാദാരവിന്ദം ഭവസിന്ധുപോതം ഉപാസതേ കാമലവായ തേഷാം ആശീഷകാമാൻ നിരേവിയേസ്യു. 9 ശ്ലോകമാണെങ്കിലും മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാട്ടോ, 9 എണ്ണം. ഈ ലോകത്തിൽ ഈ ദേഹം എടുത്ത് വന്നാൽ നമുക്കൊക്കെ പിന്നെ ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടോന്നില്ല, ക്ലേശമല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാണ്ട് ധരിക്കുന്ന ഒരു സത്യം കണ്ടിട്ടില്ല മൂഢന്മാരാ. എനിക്ക് സുഖമാണ്, ഞാൻ സുഖിയാണ്. എന്തൊരു സുഖമായിട്ടാണ് ഞാൻ കഴിയണത്, അല്ലെങ്കിൽ എന്തൊരു സുഖമായിട്ടാണ് അവൻ കഴിയണത്. ഒക്കെ വെറുതെയാണ്.
ഈ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കേടുവന്നാൽ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഉറങ്ങിയില്ല, പിറ്റേ ദിവസം അസ്വസ്ഥതയില്ലേ? ഈ ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്. പൊതുവേ എല്ലാവരും ദുഃഖത്തിലാണ്. അപ്പം എന്താണ് ഈ മനുഷ്യ ശരീരം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം? ബാക്കി ശരീരങ്ങളുടെ കഥ വെറുതെയാണ്, ഒരു കാര്യമില്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് ഒരു ഗുണമുണ്ട്. ഭഗവാനെ ഭജിക്കാനുള്ള സാധ്യത നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ആർക്കും അതിനുള്ള കഴിവില്ല. തന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ അറിയാൻ ഒരൊറ്റ സൃഷ്ടിക്കേ കഴിയുള്ളൂ മനുഷ്യന്. രണ്ടാമതൊരു സൃഷ്ടിക്ക് അതിന് കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ സംസാരത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്, ദുഃഖിക്കാനാണ്, സംശയമൊന്നും വേണ്ട. അതിന് ആ ദുഃഖത്തിൽ നിന്ന് കയറാൻ ഒരൊറ്റ മാർഗമുണ്ട്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മുറുകെ പിടിക്കുക. ഇത് തന്നെയാണ് നമുക്ക് ആശ്രയം. ഇത് കടക്കാൻ ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. കടലിൽ പെട്ട തോണി മാത്രമാണ് ആശ്രയം, അല്ലെന്ന് വെച്ചാൽ കപ്പൽ. വേറെ വല്ല ആശ്രയമുണ്ടോ? അതുപോലെ വലിയൊരു സമുദ്രത്തിലാണ് നമ്മൾ വന്നു പെട്ടിരിക്കുന്നത്, ചെറിയ സമുദ്രത്തിലല്ല. അപ്പോൾ ഭഗവത് പാദാരവിന്ദമാകുന്ന പോതം, തോണി നമുക്കുണ്ട്. ആ തോണി സുലഭമായിട്ട് കിട്ടിയിട്ടും തത്പാദാരവിന്ദം അതിനെ ഭജിക്കാതെ ചില ആൾക്കാർ കഴിച്ചു കൂട്ടുന്നുണ്ട്. മനുഷ്യൻ്റെ ജന്മം കിട്ടിയിട്ടും കാമലവായ വിഷയസുഖങ്ങൾക്ക് പൊതുവെ പറയണ പേരാണ് ഈ കാമലവം. കാമം, ഈ ആഗ്രഹം ഉണ്ടാവുക, അത് നേടുക, പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാവുക, വീണ്ടും നേടുക, വീണ്ടും ആഗ്രഹം ഉണ്ടാവുക, വീണ്ടും നേടുക. ഇതിന് അവസാനം ഉണ്ടോ ആലോചിച്ചാൽ? 10 കിട്ടിയാൽ 100 മതി എന്നാവും, 100 സഹസ്രം മതി എന്നാവും. ഒരു ലോട്ടറി കിട്ടുകയാണ്, ആർക്കാ വേണ്ടാന്നുണ്ടാവുക? അപ്പോൾ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അതിന് ലിമിറ്റില്ല. അതിനായിക്കൊണ്ട് ഈ ജീവിതത്തെ കളയരുത്. അത് പ്രധാന വിഷയം ആക്കിപ്പിടിച്ച് ഈ ജീവിതത്തെ വ്യക്തമാക്കി കളയരുത്. അല്പസാരങ്ങളായി, അവസാന വിരസങ്ങളായി ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ കളയരുത്. ഇപ്പം സുഖമാണ് എന്ന് തോന്നി അടുത്ത നിമിഷം ദുഃഖമാകുന്ന വസ്തുക്കളെ നേടാൻ വേണ്ടി മാത്രം ആവരുത് ജീവിതം എന്നാണ് ചുരുക്കം. അപ്പോൾ വിഷയസുഖങ്ങൾക്ക് വേണ്ടി ധർമാർത്ഥകാമങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചു മനുഷ്യൻ. മഹാഭാരതം വരേക്ക് അതായിരുന്നു. ഭാഗവതം അവിടെ തിരുത്തി. എന്താ കാരണം? ധർമാർത്ഥകാമങ്ങൾ, മോക്ഷം അവിടെ നിൽക്കട്ടെ, അത് വേറെ കേട്ടോ, മോക്ഷത്തിനെ മാറ്റി നിർത്തി. ധർമാർത്ഥകാമങ്ങൾ ഒരിക്കലും അധിക കേസിലും പൂർണ്ണമാവില്ല, സംശയമൊന്നും വേണ്ട. അത് പൂർത്തിയായിട്ട് മരിക്കാം. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചത് അങ്ങനെ പോവുക. അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒരുവിധം കുടുംബങ്ങളിലൊക്കെ ഒരാളെങ്കിലും കുട്ടികളില്ലാതെ ഉണ്ടാവില്ലേ? അത് അമ്മയ്ക്ക് ദുഃഖം, അച്ഛന് ദുഃഖം, അവരവർക്ക് ദുഃഖം ഉണ്ടാവും. അല്ലച്ച അംഗവൈകല്യമുള്ളവരുണ്ടാവും. ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അധികം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഒരു കുട്ടി പ്രാപ്തിയില്ലാത്ത കുട്ടിയോ, അത് ദുഃഖമാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി രോഗിയോ, ജന്മന സന്താനമില്ലാത്തവരാവും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷമം ഇല്ലാതെ ഈ ലോകത്തിൽ ആരും ജീവിക്കണില്ല. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഒക്കെ നേരെ വേണമെന്ന് വിചാരിച്ചിട്ട് ശ്രമിക്കാത്തവരാണോ? അല്ല, ശ്രമം എല്ലാവരും ചെയ്തു. പക്ഷേ ധർമാർത്ഥകാമങ്ങൾ അവരെ മുഴുവനും തൃപ്തിയായിട്ട് അനുഗ്രഹിച്ചില്ല. ഇതാണ് ധർമാർത്ഥകാമങ്ങളുടെ ഒരു പരിമിതി. നമ്മളെങ്ങനെ പരിശ്രമിച്ചാലും അത് പൂർണ്ണമായിട്ട് ഇവിടുന്ന് മരിക്കാൻ തരാവില്ല, അത് വിചാരിക്കണ്ട. അപ്പോൾ പിന്നെ ഏതാണ് നമ്മുടെ കയ്യിൽ നേടാൻ പറ്റുന്നത്? മോക്ഷം. അത് പറ്റും, ഇപ്പം തന്നെ വിചാരിച്ചാൽ പറ്റും. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് മോക്ഷം. അങ്ങനത്തെ ഒരാൾക്കേ മരിച്ചാൽ മോക്ഷത്തിന് അർഹതയുള്ളൂ. ജീവൻ മുക്തി അനുഭവിക്കാത്ത ഒരാൾക്ക് മരണാനന്തര മുക്തി എന്നൊന്നില്ല, മനസ്സിലാക്കുക.
മുക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിച്ചതിന് ശേഷമുള്ള കാര്യം മാത്രം അല്ല. അത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത് അറിയാതെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോവുകയാണ് മനുഷ്യൻ. അപ്പോൾ ഈ സംസാരം കടക്കാനുള്ള തോണി ധർമാർത്ഥ കാമങ്ങളല്ല, വിഷയഭോഗങ്ങളല്ല. വിഷയഭോഗങ്ങൾ തന്നെയാണ് ധർമാർത്ഥ കാമങ്ങൾ, അതല്ല. പക്ഷേ എന്നിട്ടും അതിൻ്റെ പിന്നാലെ പോകുന്നു. അവരാണ് അത് ഭഗവാന്റെ മായയുടെ ശക്തിയാണ്. ഏ മായയാതേ ഹത മേധ. ഹതമേധ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി ഇല്ലാണ്ടാവുക. അതന്നെ, ബുദ്ധി ഇല്ലാണ്ടാവുന്നതിനാണ് വിചാരശൂന്യർ എന്ന് പറയുക. വിചാരശൂന്യർ, ഒന്നും ചിന്തിക്കുന്നശക്തി ഇല്ലാതെ അത് ജീവിക്കുക. അന്നന്നത്തെ കാര്യം കഴിഞ്ഞ് കിട്ടിയത് കഴിച്ചു. ഏ മായയാതെ ഹതമേധ, ബുദ്ധിയില്ലാത്തവരായി. തത്പാദാരവിന്ദം ഭവസിന്ധുബോധം. ഭവസിന്ധു സംസാരസാഗരത്തിൽ ആശ്രയമായിട്ടുള്ള പാദാരവിന്ദത്തെ ചിലർ ഉപാസിക്കുന്നൊക്കെയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കാമലവായ വിഷയസുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ടൊരു മാർഗം. അങ്ങനെ ഭജിച്ചിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല. സപ്താഹം തന്നെ അങ്ങനെ കൊണ്ടുപോവാണ് ആൾക്കാർ. ആലോചിച്ച് നോക്കിയാൽ വഴിപാടുകൾ കഴിച്ചിട്ട് അത് ഇന്നതിന് വേണ്ടിയിട്ട് സന്താനമില്ലാണ്ടാവാൻ ഉള്ളവർക്ക് അതുണ്ടാവാനും കല്യാണം കഴിയാനും ധനം ഉണ്ടാവാനും എന്തൊക്കെ കാമാക്കിയിട്ടാണ് മാറ്റണത്. ആലോചിച്ച് നോക്കിയാൽ കഷ്ടമല്ലേ? ഭാഗവതം അങ്ങനെ ഒന്നും പറയണമൊന്നുമില്ല. എന്നതൊക്കെ ചെയ്താൽ എന്നത് കിട്ടുമെന്ന് പറയുന്നുണ്ടോ ഭാഗവതം? ഒരിക്കലും ഇല്ല. മുക്തിയാണ് ഭാഗവതം നമുക്ക് ഓഫർ ചെയ്യുന്നത്, അല്ലാണ്ട് വിഷയകാമങ്ങൾ നേടലല്ല. അതുകൊണ്ട് ആൾക്കാർ തെറ്റായിട്ടാണ് നീങ്ങുന്നത്. ഇപ്പം എല്ലാ കാര്യത്തിനോട് മുക്തി തരാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. കാരണം മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടുകയാണ്, ഭഗവാൻ തരുമൊന്നുമല്ല. കിണറിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുകയാണ്, കിണർ നമുക്ക് തരികയാണോ? ഒരു കിണറും ഉടമസ്ഥന് വെള്ളം കൊടുക്കില്ല, നമ്മൾ എടുക്കണം, വേണ്ടേ? എന്തെങ്കിലോ മോട്ടറിൻ്റെ സഹായത്താലോ അല്ലെങ്കിൽ ബക്കറ്റിൽ കയറിയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ നമ്മൾ എടുക്കുകയാണ് ഭഗവാനിൽ നിന്ന് മുക്തി. അതെടുക്കാതെ അതിനു വേണ്ടി അല്ലാതെ ഈശ്വരനെ ഭജിക്കുന്ന നമ്മൾ വിഡ്ഢികളാണ്. ആ ശീശകാമനിരേബി യേശു വിഷയസുഖങ്ങളെ ചോദിക്കുന്നു ചിലർ. അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിൽക്കുകയുള്ളൂ, അതിൽ കിടന്ന് തിരിയലേ ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ അത് എണ്ണിയിരിക്കും തീർച്ചയല്ലേ? കുട്ടി ഉണ്ടെങ്കിൽ അതിനെ മടിയിൽ വെച്ചിരിക്കും തീർച്ചയല്ലേ? അപ്പോൾ ഭഗവാനെ വിചാരിക്കാൻ നമുക്ക് സമയമുണ്ടോ? പൈസ എണ്ണുമ്പോഴോ കുട്ടിയെ മടിയിൽ വയ്ക്കുമ്പോഴോ അതന്നെ ചിന്ത ഉണ്ടാവുക. അപ്പോൾ ഈ കാമലോഭങ്ങളും ഭോഗങ്ങളും ഭഗവാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവരെ ഭഗവാൻ സംസാരത്തിൽ തളയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കണം. അതൊന്നും അത്ര കൊടുക്കാത്തവരെയാണ് തന്നോട് കൂടി ചേർക്കുന്നത് എന്ന് ചുരുക്കം. ഏ മായയാത്തേ ഹതമേത, ബുദ്ധിയില്ലാത്തവർ. ഹതമേത തത്ത് പാദാരവിന്ദം ഭവസിന്ധു ബോധം. സംസാരത്തിനെ രക്ഷിക്കാനുള്ള പാതാണ് അത്. പകരം അതിനെ ലോകകാര്യങ്ങൾ നേടാൻ ഉപയോഗിച്ചാലോ ഉപാസതേ കാമലവായ തേഷാം രാശീശകാമാൻ നിരേബിയേസ്യു. ഓ നടക്കാതാ വേണ്ട, നടത്തോ, അവൻ്റെ ശല്യം തീർന്നല്ലോ, അതാണ് കൊടുക്കും. പക്ഷെ എന്ത് കൊടുക്കില്ല? തന്നോട് ചേർക്കില്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യം കാമലോപാധികൾ സാധിക്കാത്തവരത്രേ ഭഗവാന്റെ ഇഷ്ടര് എന്ന് പറയും. രണ്ട് അർജുനൻ്റെ കൂടെ ഭഗവാൻ ഇങ്ങനെ നടന്നും കൊണ്ട് പോണ സമയത്ത് ധാരാളം സമ്പന്നനായിട്ടുള്ള ഒരാളോട് വെള്ളം ചോദിച്ചു. എനിക്കിവിടെ സമയമില്ല, വെള്ളം എടുത്തു തരാമെന്ന് പറഞ്ഞു. ഭഗവാൻ അവന് കുറേയും കൂടി ഐശ്വര്യമാണ് കൊടുത്തു. അർജുനന് കൺഫ്യൂഷനായി. വെള്ളം കൊടുക്കാത്ത ഒരു ദുഷ്ടന് കുറേയും കൂടി സമ്പത്ത് കൊടുക്കേ? എന്താ വെക്കുക കൃഷ്ണ അങ്ങനെയൊക്കെ? കുറച്ചും കൂടി ചെന്നപ്പോൾ അഷ്ടദരിദ്രനായിട്ടൊരു ബ്രാഹ്മണൻ
വെള്ളം ചോദിച്ചു, അവനോട് വെള്ളം ചോദിച്ചു കൃഷ്ണൻ. ഷോ, എങ്ങനെ കൃഷ്ണന് പച്ചവെള്ളം കൊടുക്കുക? എനിക്കൊരു പശുവുണ്ട്, കറന്നിട്ട് പാല് തരാം കൃഷ്ണ, വെള്ളം എങ്ങനെ ഞാൻ കൃഷ്ണന് തരിക? ആയിക്കോട്ടെ. ഇല്ലാത്ത പാലൊക്കെ കറന്നിട്ട് ഭഗവാന് കൊടുത്തപ്പോൾ ആ പശു ചത്തുപോട്ടെ എന്ന് കൃഷ്ണൻ പറഞ്ഞു. അർജുനന് ദേഷ്യം വന്നു. ഭഗവാനാണ് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക കൃഷ്ണ, എന്തിനാ അങ്ങ് ആ ബ്രാഹ്മണൻ്റെ പശുവിനെ കൊന്ന? അർജുന, ഇവന് എന്നിലേക്ക് എത്താനുള്ള ഏക തടസ്സം ഈ പശുവാണ്. ഇതിനെയും കൂടി ഇല്ലാണ്ടേക്ക് അവൻ എൻ്റെ ആയി കഴിഞ്ഞ് അവൻ എന്നെ അല്ലാണ്ട് എന്തിനെ ചിന്തിക്കുക? മറ്റേ ആളൊക്കെ ഐശ്വര്യം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അത് എണ്ണി 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 ഇരിക്കട്ടെ, ഒരിക്കലും അവന് മുക്തിയില്ല. അപ്പോഴാണ് അർജുനന് കാര്യം മനസ്സിലായത്. ആർക്കാ ഭഗവാൻ ഐശ്വര്യങ്ങളൊക്കെ കൊടുക്കുക? തന്നോടുകൂടി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. നീ അത് എണ്ണിയിരുന്നോ? നിനക്കതേ പറ്റൂ. അല്ലാത്തവരെ ഭഗവാൻ കുറച്ചൊക്കെ കുറവുകളുണ്ടാവും, എന്നാലും തന്നോട് ചേർക്കുന്നു എന്ന് സാരം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.